അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. പ്രിയമുള്ള ദുറൂസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ എന്ന കോഴ്സിലെ ആദരണീയരായ വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലും തൗഫീഖിനാലും അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ, അവൻ നമ്മിലേക്ക് നിയോഗിച്ച അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ചര്യകൾ വിശദീകരിക്കുന്ന ഭാഷയായ അറബിക് ഭാഷയുടെ കോഴ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഓരോ പാഠഭാഗങ്ങളും ആവർത്തിച്ച് വായിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അതിലെ തംരീനുകൾ നോട്ട്ബുക്കിലേക്ക് എഴുതുവാനും വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതിലൂടെയാണ് ഭാഷ നമുക്ക് മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുവരാനും അത് പ്രയോഗിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. 3ാമത്തെ തംരീൻ ഇങ്ങനെയാണ് വായിക്കുക: ഇഖ്റഇൽ മിസാലൽ ആത്തിയ സുമ്മ ഹവ്വിലിൽ ജുമലൽ ആത്തിയത മിസ്ലഹു. അല്ലേ, 2 ഭാഗങ്ങളാക്കി മാറ്റാം. ഇഖ്റഇൽ മിസാലൽ ആത്തിയ, താഴെയുള്ള ഉദാഹരണം വായിക്കുക. ഏതാണ് ആ ഉദാഹരണം? കണ്ടില്ലേ, താഴെയുള്ള ഉദാഹരണം ഹാദാ കിതാബുൻ, ഇതാണ് വായിക്കേണ്ടത്. എന്നിട്ടോ സുമ്മ ഹവ്വിലിൽ ജുമലൽ ആത്തിയത മിസ്ലഹു, എന്നിട്ട് ഹവ്വിൽ എന്ന ചേഞ്ച് ചെയ്യുക, മാറ്റുക. അൽ ജുമലൽ ആത്തിയത്ത, താഴെയുള്ള ജുംലകളെ. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ജുംലകൾ കൊടുത്തിട്ടുണ്ട്. ആ ജുംലകളെ മാറ്റണം. എങ്ങനെയാണ്? മിസ്ലഹു, ഉദാഹരണത്തിൽ എങ്ങനെയാണോ മാറ്റിയത് അതുപോലെ. ഉദാഹരണത്തിൽ എങ്ങനെയാണോ മാറ്റിയത് അതുപോലെ മാറ്റണം എന്നർത്ഥം. ശരി, ഉദാഹരണം നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? ഉദാഹരണം ശ്രദ്ധിക്കൂ. മിസാൽ, എക്സാമ്പിൾ. എങ്ങനെയാണത് വായിക്കുക? അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പുസ്തകമാകുന്നു അല്ലേ, ഇതൊരു പുസ്തകമാകുന്നു എന്നാണ്. എങ്ങനെയാണ് വായിക്കത്? ഹാദാ കിതാബുൻ, ഹാദാ കിതാബുൻ. ശരി, എന്താണ് മാറ്റം? എങ്ങനെയാണ് വരുത്തിയത്? ഹാദൽ കിതാബു ലി മുഹമ്മദിൻ, ഹാദൽ കിതാബു ലി മുഹമ്മദിൻ. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ഹാദാ കിതാബുൻ എന്നതിൻ്റെ അർത്ഥം? ഓർമ്മയുണ്ടല്ലോ, ഇതിലെ പാഠം ഞാൻ പറയുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണത്. ദിസ് ഈസ് എ ബുക്ക് അല്ലേ, പക്ഷേ മറുഭാഗത്ത് കൊടുത്തത് എന്താണ്? ഹാദൽ കിതാബു. അപ്പോൾ ഹാദാ കിതാബുൻ എന്നതിന് ഹാദൽ കിതാബു ലി മുഹമ്മദിൻ, ഈ പുസ്തകം മുഹമ്മദിൻ്റേതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വളരെ വ്യക്തമാണ്. ഹാദാ കിതാബുൻ, അതിനെ ഹാദൽ കിതാബു ലി മുഹമ്മദിൻ എന്നാക്കി മാറ്റി. അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഹാദാ കിതാബുൻ, ദിസ് ഈസ് എ ബുക്ക്. ഹാദൽ കിതാബു, ദിസ് ബുക്ക് എന്നതാണ് അതിൻ്റെ അർത്ഥം. ശരി, ഹാദൽ കിതാബു ലി മുഹമ്മദിൻ, ഇത് മുഹമ്മദിൻ്റേതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടേതെന്ന് പറയാൻ ലി എന്ന് ചേർത്താൽ മതി, ലി മുഹമ്മദിൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാക്ക് പറഞ്ഞു നോക്കാം അല്ലേ? എന്താണ് പറയേണ്ടത്? ഈ വീട് സലാമിൻ്റേതാണ്
അല്ലെങ്കിൽ ഈ വീട് അബ്ദുസ്സലാമിൻ്റേതാണ് എന്നിങ്ങനെ പറയാം. ആദ്യം നമുക്ക് ഇത് വീടാകുന്നു എന്ന് പറയാം. എങ്ങനെ പറയും നമ്മൾ? ഹാദാ ബൈത്തുൻ, ഹാദാ ബൈത്തുൻ. ഇനി ഈ വീട് അബ്ദുസ്സലാമിൻ്റെതാണെന്ന് എങ്ങനെ പറയാം? ഹാദൽ ബൈത്തു ലി അബ്ദിസ്സലാം. പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും. ഈ വാച്ച് അഹ്മദിൻ്റെതാണ് എന്നിങ്ങനെ പറയാം. ഹാദിഹി സാഅത്തു ലി അഹ്മദ, ഹാദിഹി സാഅത്തു ലി അഹ്മദ. വേണ്ട, നമുക്ക് പരിചയമുള്ള മറ്റൊരു പേര്. ഈ ചാവി കാറിൻ്റേതാണ് എന്നിങ്ങനെ പറയാം. ഹാദൽ മിഫ്താഹു ലിസ്സയ്യാറത്തി, ഹാദൽ മിഫ്താഹു ലിസ്സയ്യാറത്തി. ഈ ചാവി വീടിൻ്റേതാണെന്ന് എങ്ങനെ പറയാം? ഹാദൽ മിഫ്താഹു ലിൽ ബൈത്തി. ഇതൊക്കെ ഉദാഹരണത്തിലേക്ക് നമ്മൾ തംരീനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മാത്രം. ശരി, ഒന്നാമത്തെ ഉദാഹരണം വായിക്കാം. എന്താണ് ഒന്നാമത്തെ ഉദാഹരണം? ഹാദ ത്വബീബുൻ, അല്ലേ? ഹാദ ത്വബീബുൻ. ശരി, അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് മാറ്റം വരുത്തണം എന്നതാണ്. ഇതൊരു ഡോക്ടറാണ് എന്നതാണല്ലോ അതിൻ്റെ അർത്ഥം. ഇതൊരു ഡോക്ടറാണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഡോക്ടർ ഇന്ത്യയിൽ നിന്നുള്ളതാണ് എന്ന് പറയണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പറയുക? ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾ എഴുതി വരെ വെച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നിങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്ത ഉത്തരം ഇങ്ങനെയാണോ എന്ന് നോക്കുക. ഹാദ ത്വബീബു മിനൽ ഹിന്ദി. ഹാദ ത്വബീബു. ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ? ഹാദ ത്വബീബു അലിഫ്ലാം ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കണം എന്നതാണ്. ഹാദ ത്വബീബു. ഹാദ എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാദ ത്വബീബു. കണ്ടോ? ഹാദ എന്നതിന് ശേഷം അലിഫ്ലാമിട്ട് അത്വബീബു. ഹാദ ത്വബീബു മിനൽ ഹിന്ദി. ശരി, അപ്പോൾ ഒന്നാമത്തേത് എന്ത് ചെയ്തു? നമ്മൾ വായിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് വായിക്കാം. ഹാദിഹി സയ്യാറത്തുൻ, ഹാദിഹി സയ്യാറത്തുൻ, അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഉത്തരം ഇത് കാറാകുന്നു. ദിസ് ഈസ് എ കാർ എന്നതാണ്. ഇനി എന്ത് ചെയ്യണം? ദിസ് കാർ എന്ന് പറയണം. എങ്ങനെ പറയും നമ്മൾ? ഹാദിഹി സയ്യാറത്തുൻ എന്നതിന് എന്താക്കി മാറ്റും? ഹാദിഹി സയ്യാറത്തു, ഹാദിഹി സയ്യാറത്തു, അല്ലേ? സയ്യാറത്ത് മുഅന്നസായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഹാദിഹി എന്ന് വെച്ചത്. അപ്പോൾ ഹാദിഹി സയ്യാറത്തുലിൽ മുദീരി. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ എഴുതിയത്? മൂന്നാമത്തേത് നോക്കാം. ദാലിക വലതുൻ, ദാലിക വലതുൻ എന്താണ് അതിൻ്റെ അർത്ഥം? ദാലിക വലതുൻ, ദാറ്റ് ഈസ് എ ബോയ്. അതൊരു ആൺകുട്ടിയാണ് എന്നർത്ഥം, അല്ലേ? ദാറ്റ് ഈസ് എ ബോയ്. ഇനി എന്ത് ചെയ്യണം? അതൊരു കുട്ടിയാണ് എന്നുള്ളതിനെ ആ കുട്ടി എന്നാക്കി മാറ്റണം. നമുക്ക് എന്ത് പറയണം? ദാലിക്കൽ വലതു, ദാലിക്കൽ വലതു. അങ്ങനെ പിന്നെന്താണ്? ദാലിക്കൽ വലതു മുദർരിസിൻ്റെതാണ്. അപ്പോൾ ദാലിക്കൽ വലതു ബുനുൽ മുദർരിസി എന്ന് പറയണം. ദാലിക്കൽ വലതു ബുനുൽ മുദർരിസി. ഒന്നും കൂടെ പറയാം. അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്താ ചേർക്കേണ്ടത് ദാലിക്ക എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചേർക്കണം. എന്നിട്ട് ദാലിക്കൽ വലതു അലിഫ്ലാം ചേർക്കണം, അല്ലേ? ദാലിക്കൽ വലതു എന്ന് ചേർക്കണം. എന്നിട്ട് ആ വലതു ബുനിൽ മുദർരിസി. അപ്പോൾ ദാലിക്കൽ വലതു ബുനുൽ മുദർരിസി എന്ന് പറയണം. നാലാമത്തേത് വായിച്ചു നോക്കാം. നാലാമത്തേത് എന്താണ്? തിൽക്ക സാഅത്തുൻ. ദാലിക്കയുടെ മുഅന്നസ് കൊടുത്തു. തിൽക്ക സാഅത്തുൻ, അതൊരു വാച്ചാണ്. സാഅത്ത് പെണ്ണായതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? തിൽക്ക വന്നത്. ദൂരെയുള്ള അതിന് നമ്മൾ എന്ത് ചെയ്യും? മുഅന്നസിനെ അറിയിക്കാൻ തിൽക്കയാണ് ഉപയോഗിക്കുക. അപ്പോൾ തിൽക്ക സാഅത്തുൻ, തിൽക്ക സാഅത്തുൻ. ഇനിയോ മറുഭാഗത്ത് മിൻ സുവൈസിറ എന്ന് കൊടുത്തിട്ടുണ്ട്. സുവൈസിറ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിനാണെന്ന് പറയുക. സുവൈസിറ എന്ന് പറയുക, സ്വിറ്റ്സർലാൻഡ്.
ആ രാജ്യമാണ്. അപ്പോൾ തിൽക്ക സാഅത്തുൻ എന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ വാച്ച് സ്വിറ്റ്സർലാൻഡിൽ നിന്നുമുള്ളതാണ് എന്ന് പറയണം. ആ വാച്ച്. അപ്പോൾ എന്തു പറയണം? തിൽക്ക സാഅത്തു, തിൽക്ക സാഅത്തു മിൻ സുവൈസിറ. അതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ വായനാ രീതി അങ്ങനെയാണ്. തിൽക്ക സാഅത്തു മിൻ സുവൈസിറ എന്ന് പറയണം. ശരി, അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അഞ്ചാമത്തേത് ഹാദാ ബൈത്തുൻ. ഹാദാ ബൈത്തുൻ, ഇതൊരു വീടാണ്. മറുഭാഗത്ത് ലിൽ മുഹന്ദിസി, എഞ്ചിനീയറുടേത് എന്നാണ്. അപ്പോൾ എങ്ങനെ പറയും? ഈ വീട് എഞ്ചിനീയറുടേതാണെന്ന് എങ്ങനെ പറയാം? ഹാദൽ ബൈത്തു ലിൽ മുഹന്ദിസി. ഹാദൽ ബൈത്തു ലിൽ മുഹന്ദിസി, ഈ വീട് എഞ്ചിനീയറുടേതാണ്. യെസ്. അടുത്ത് നോക്കാം. ആറാമത്തേത് ഹാദാ ഖലമുൻ, ഇതൊരു പേനയാണ്. അപ്പോൾ ഈ പേന എന്നെങ്ങനെ പറയാം? പറഞ്ഞു നോക്കൂ. ഹാദൽ ഖലമു ലി അബ്ബാസിൻ, ഈ പേന അബ്ബാസിൻ്റേതാണ്. ശരി. ഏഴാമത്തേതോ ദാലിക റജുലുൻ, അതൊരു പുരുഷനാണ് അല്ലേ? യെസ്. ആ പുരുഷൻ എന്നെങ്ങനെ പറയും? ദാലിക റജുലുൻ എന്നുള്ളത് ദാലിക റജുലു. വെരി ഗുഡ്. ദാലിക റജുലു മുഅദ്ദിനുൻ, ആ പുരുഷൻ മുഅദ്ദിനാണ്, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നയാളാണ്. ശരി. എട്ടാമത്തേതോ ഹാദിഹി ബൈലത്തുൻ. ഹാദിഹി ബൈലത്തുൻ, ഹാദിഹി ബൈലത്തുൻ, ഇതൊരു കോഴിമുട്ടയാണ്. ഹാദിഹി ബൈലത്തുൻ. ശരി, ഹാദിഹി ബൈലത്തുൻ. പിന്നെയോ ഈ കോഴിമുട്ട എന്ന് പറയണം. അപ്പോൾ എന്ത് ചേർക്കണം? ഹാദിഹിൽ ബൈലത്തു, ഹാദിഹിൽ ബൈലത്തു കബീറത്തുൻ, വലുതാണ് അല്ലേ? ഹാദിഹിൽ ബൈലത്തു കബീറത്തുൻ, ഈ കോഴിമുട്ട വലുതാണ്. യെസ്. എട്ടാമത്തേതോ? എട്ടല്ല, ഒമ്പതാമത്തേത് അല്ലേ? ഒമ്പതാമത്തേത് ഹാദാ മിന്ദീലുൻ, ഇതൊരു കർച്ചീഫാണ്, ടവലാണ് അല്ലേ? ഹാദാ മിന്ദീലുൻ. ഇനിയോ ഈ മിന്ദീൽ മലിനമായതാണ്, അഴുക്ക് പുരേണ്ടതാണ്. എങ്ങനെ പറയാം? ഹാദൽ മിന്ദീലു വസിഹുൻ, ഹാദൽ മിന്ദീലു വസിഹുൻ. ശരി. പത്താമത്തേത് ഹാദിഹി ഹഖീബത്തുൻ, ഇതൊരു ബാഗാണ്. ഈ ബാഗ് എങ്ങനെയാ പറയാം? ഹാദിഹിൽ ഹഖീബത്തു ലിൽ മുദർരിസി, ഹാദിഹിൽ ഹഖീബത്തു ലിൽ മുദർരിസി. ശരി. ഇതോടുകൂടി ഈ ഒരു തംരീൻ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ അവസാനമായി ഒന്നും കൂടെ പറയാം. ഈ ഒരു തംരീനിലൂടെ നമ്മൾ എന്താണ് ഒന്നും കൂടെ പഠിച്ചു എന്ന് ഉറപ്പാക്കിയത്? ഇതൊരു പേനയാണ് എന്ന് പറയാൻ, ഇതൊരു വീടാണ് എന്ന് പറയാൻ, ഇതൊരു വിദ്യാർത്ഥിയാണ് എന്ന് പറയാൻ, ഇതൊരു കാറാണ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. ഈ പഠിച്ചതിൽ നിന്ന് തന്നെ ഇതൊരു കാറാണ് എന്ന് പഠിച്ച നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കാറ് എന്ന് പറയാനും പഠിച്ചു കഴിഞ്ഞു. ഇതൊരു പുസ്തകമാണ് എന്ന് പറയാൻ പഠിച്ച നമ്മൾ ഈ പുസ്തകം എന്നുള്ളത് എന്ത് ചെയ്തു? പറയാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. നമുക്ക് അടുത്ത തംരീനിലേക്ക് നമുക്ക് പോകാം. 4. എങ്ങനെയാണിത് വായിക്കുക? ഒന്ന് വായിച്ചു നോക്കൂ. കാരണം ഒരുപാട് ആവർത്തിച്ച് വന്ന ഒരു സെൻറ്റൻസാണിത്. ചില ഭാഗങ്ങൾ മാത്രമേ പുതിയതായിട്ടതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് വായിച്ചു നോക്കൂ. നമുക്ക് വായിക്കുമ്പോൾ എന്താണ്? ഇഖ്റഇൽ മിസാലൽ ആത്തിയ അല്ലേ? ഇഖ്റഇൽ മിസാലൽ ആത്തിയ സുമ്മ കവ്വിൻ അസ്ഇലതൻ വ അജ്വിബതൻ മിസ്ലഹു. താഴെയുള്ള ഉദാഹരണത്തെ വായിക്കുക. മിസാല് ഉദാഹരണം വായിക്കുക. സുമ്മ കവ്വിൻ, പിന്നീട് നിങ്ങൾ ആക്കുക. എന്തിനെ? അതിനല്ലേ? അസ്ഇലതൻ, ചോദ്യമാക്കണം. വ അജ്വിബതൻ, അതുപോലെ തന്നെ ഉത്തരങ്ങളും. മിസ്ലഹു, മിസ്ലഹു പറഞ്ഞാൽ അതുപോലെയുള്ള. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മേക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആസ് ഷോൺ ഇൻ ദ എക്സാമ്പിൾ. ഏതുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പറയേണ്ടത്? ലിമൻ എന്നതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ലിമൻ എന്ന് പറഞ്ഞാൽ ആരുടേത്? ഹോസ് അല്ലേ? എങ്കിൽ ഉദാഹരണം വായിച്ചു നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ. മിസാൽ ലിമൻ ഹാദൽ കിതാബു, ലിമൻ ഹാദൽ കിതാബു, ഈ പുസ്തകം ആരുടേതാണ്? പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? അതിനെന്തായി?
ഉത്തരം പറയാൻ ഹാദൽ കിതാബു ലി മുഹമ്മദിൻ, ഹാദൽ കിതാബു ലി മുഹമ്മദിൻ. അപ്പോൾ ബ്രാക്കറ്റിൽ മുഹമ്മദ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദിനെ മുഹമ്മദിൻ്റേത് എന്നാക്കി മാറ്റണം എന്നതാണ് എന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരി, ഇനി അടുത്ത് നോക്കൂ. നമുക്ക് തന്നിട്ടുള്ള തംരീനുകൾ അത് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ഒന്നാമത്തേത് ഈ ഒരു പേന കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതോ മിഫ്താഹ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് സയ്യാറത്താണ്. നാലാമത്തേത് ബക്കറത്താണ്. നമ്മൾ എന്ത് പറയണം? ഈ പേന ആരുടേതാണ്, ഈ കീ ആരുടേതാണ്, ഈ കാർ ആരുടേതാണ്, ഈ പശു ആരുടേതാണ് എന്ന് നമ്മൾ പറയണം, നമ്മൾ ചോദിക്കണം. അപ്പോൾ ഉത്തരവും നമ്മൾ തന്നെ പറയണം. അപ്പോൾ ആരാ പറയാം അല്ലേ? അപ്പോൾ ഇത് അബ്ബാസിൻ്റേതാണ്, ഇത് അലിയുടേതാണ്, ഇത് മുദീറിൻ്റേതാണ്, ഇത് ഫല്ലാഹിൻ്റേതാണ്. അതിൽ തന്നെ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത് എന്താ, എങ്ങനെ പറയണം? ഈ പേന അബ്ബാസിൻ്റേതാണ്, ഈ മിഫ്താഹ് അലിയുടേതാണ്, ഈ കാറ് മുദീറിൻ്റേതാണ്, ഈ പശു കർഷകൻ്റേതാണ്. അങ്ങനെ പറയാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ ഉത്തരം പറയുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, പറ്റുമെങ്കിലൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ആൻസർ ശരിയാണോ എന്ന് നോക്കുക. തെറ്റാണെങ്കിൽ എവിടെയാണ് തെറ്റ് എന്നുള്ളത് ആലോചിക്കുക. ശരി, ഒന്നാമത്തേത് നോക്കാം. ഒന്നാമത്തേത് എന്ത് പറയണം? ഈ പേന ആരുടേതാണ് എന്ന് പറയണം. അപ്പോൾ എന്തായിരിക്കും ഒന്നാമത്തേതിൻ്റെ ഉത്തരം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ആരുടേത് അല്ലേ? പേനയ്ക്ക് എന്താ പറയുക? അതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, പറഞ്ഞു നോക്കാം. ലിമൻ ഹാദൽ ഖലമു അല്ലേ? ശരിയാണ്, ലിമൻ ഹാദൽ ഖലമു എന്നല്ലേ? തീർച്ചയായിട്ടും അതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി പറയൂ, ഈ പേന അബ്ബാസിൻ്റേതാണെന്ന് എങ്ങനെ പറയാം? ഹാദൽ ഖലമു ലി അബ്ബാസിൻ, ഹാദൽ ഖലമു ലി അബ്ബാസിൻ. ശരി, ഹാദൽ ഖലമു ലി അബ്ബാസിൻ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? രണ്ടാമത്തേതോ, ഈ കീ ആരുടേതാണ് എന്ന് ചോദിക്കണം. അപ്പോൾ എന്താണ് പറയേണ്ടത്? കീക്ക് എന്താ പറയുക? മിഫ്താഹ് അല്ലേ? ആരുടെ? അപ്പോൾ ലിമൻ ഹാദൽ മിഫ്താഹു. ഉത്തരം എങ്ങനെ പറയും? ഹാദൽ മിഫ്താഹു ലി അലിയിൻ, ഹാദൽ മിഫ്താഹു ലി അലിയിൻ. മൂന്നാമത്തേത്, ഈ കാറ് ആരുടേതാണ്? എങ്ങനെയാണ് ചോദിക്കുക? ലിമൻ, അവിടെ ഒരു മാറ്റമുണ്ട് അല്ലേ? സയ്യാറത്ത് മുഅന്നസാണോ മുദക്കറാണോ? മുഅന്നസാണ്. അപ്പോൾ എങ്ങനെ പറയും? ലിമൻ ഹാദിഹി സയ്യാറത്തു. ഉത്തരം എന്താണ്? ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി, ഈ കാറ് മുദീറിൻ്റേതാണ്. നാലാമത്തേത്, ഈ പശു ആരുടേതാണ് അല്ലേ? എങ്ങനെ പറയും? ഈ പശു ആരുടേതാണ്? ലിമൻ പശു ആണോ പെണ്ണോ? മുദക്കറോ മുഅന്നസോ? യെസ്, അത് മുഅന്നസാണ്. അപ്പോൾ ലിമൻ ഹാദിഹിൽ ബഖറത്തു, ലിമൻ ഹാദിഹിൽ ബഖറത്തു. ഉത്തരം എന്താണ്? ഹാദിഹിൽ ബഖറത്തു ലിൽ ഫല്ലാഹി, ഹാദിഹിൽ ബഖറത്തു ലിൽ ഫല്ലാഹി. ശരി, അഞ്ചാമത്തേത് നോക്കാം നമുക്ക്. അഞ്ചാമത്തേത് എന്താണ്? ഒരു ബാഗാണ് അല്ലേ? പഴയ പുസ്തകമാണ്, കളറൊന്നും കൊടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് തോന്നിയിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവിടെ എന്താണ്? ബാഗാണത് അല്ലേ? യെസ്, ബാഗിനെന്താ അറബിയിൽ പറയുക? ഹഖീബത്താണ്. ഇനി പറഞ്ഞു നോക്കൂ. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എന്ത് ശ്രദ്ധിച്ച്? മുദക്കറാണോ മുഅന്നസാണോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ലിമൻ ഹാദിഹിൽ ഹഖീബത്തു. ശരി, മുദർരിസ് അല്ലേ? അധ്യാപകൻ്റെത്. അപ്പോൾ എങ്ങനെ പറയാം? ഹാദിഹിൽ ഹഖീബത്തു ലിൽ മുദർരിസി. ആറാമത്തേത് എന്താ കൊടുത്തത്? ചെയറാണല്ലേ? ചെയർ. ഈ ചെയർ ആരുടേതാണ്? അപ്പോൾ ചെയറിന് എന്താ പറയുക? കുർസി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആരുടേത് എങ്ങനെ പറയും? ലിമൻ ഹാദൽ കുർസിയു. മറുഭാഗത്ത് എന്താ കൊടുത്ത്? അമ്മാറാണ്. അപ്പോൾ ഹാദൽ കുർസിയു ലി അമ്മാരിൻ. ഏഴാമത്തേത് എന്താണ്? പിടക്കോഴിയാണ്. ഒരു കോഴിയുടെ ഫോട്ടോ ആണ് അവിടെ കൊടുത്തത്. ഈ കോഴി ആരുടേതാണ്? അപ്പോൾ കോഴിക്ക് എന്താ പറയുക? പിടക്കോഴിക്ക് എന്താ പറയുക? ദജാജത്ത്. മുദക്കറ മുഅന്നസോ? ദജാജത്ത് അത് മുഅന്നസാണ്, പെണ്ണാണ്. അപ്പോൾ എന്ത് വേണം? ലിമൻ ഹാദിഹി ദജാജത്തു
ലിമൻ ഹാദിഹി ദജാജത്തു, ഈ കോഴി പിടക്കോഴി ആരുടേതാ? ഉത്തരം എന്താണ്? എങ്ങനെയാണ് ഇതിന് പറയുക? ആ ഹാദിഹി ദജാജത്തു ലിബിൻതിൽ ഫല്ലാഹി, അല്ലേ? ഹാദിഹി ദജാജത്തു ലിബിൻതിൽ ഫല്ലാഹി, കർഷകൻ്റെ മകളുടേതാണ്. യെസ്. എട്ടാമത്തേതോ? ഈ വാച്ച് ആരുടേതാണ്? ലിമൻ ഹാദിഹി സാഅത്തു, അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? ഈ വാച്ച് ആരുടേതാണ്? ഈ വാച്ച് മുദീറിൻ്റെ മകൻ്റെതാണ്. എങ്ങനെ പറയാം? ഹാദിഹി സാഅത്തു ലിബിനിൽ മുദീർ, അല്ലേ? ഇബിന് പറയുമ്പോൾ നമ്മൾ ഹംസത്ത് വസ്ല മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? ഹാദൽ അവിടെ ഹാദിഹി സാഅത്തു ലിബിനിൽ മുദീരി. ഒമ്പതാമത്തേത് നോക്കാം. ഒമ്പതാമത്തേത് എന്താ? ഈ വീട് ആരുടേതാണെന്ന് പറയണം. ലിമൻ ഹാദൽ ബൈത്തു, ഉത്തരം എന്താണ്? ഇത് ഡോക്ടറുടേതാണ്. ഹാദൽ ബൈത്തു ലിത്വബീബി. പത്താമത്തേതോ? ഈ സ്പൂൺ ആരുടേതാണെന്ന് ചോദിക്കണം, അല്ലേ? സ്പൂണിന് എന്താ പറയുക? മിൽആഖത്തുൻ. അപ്പം ലിമൻ ഹാദിഹിൽ മിൽആഖത്തു, അത് വിദ്യാർത്ഥിയുടേതാണ്. ഹാദിഹിൽ മിൽആഖത്തു ലിത്വാലിബി. ഇത്രയുമാണ് ആ ഒരു തംരീനിലൂടെ നമുക്ക് വായിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ശരി, അഞ്ചാമത്തെയും അതുപോലെ തന്നെ ആറാമത്തെയും തംരീൻ നമുക്ക് എന്ത് ചെയ്യാം? അത് അടുത്ത എപ്പിസോഡ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠനം എളുപ്പമാക്കി അത് പരിശുദ്ധ ഖുർആൻ വായനയിലും ഇബാദത്തുകളിലൊക്കെ പ്രയോഗിക്കുവാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.